തനിക്കൊരു ന്യൂസ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നതെല്ലാം തെറ്റിദ്ധരിപ്പിക്കലായിരുന്നെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇൻവെസ്റ്റ്മെന്റ് പല ചാനലുകളിലും ഉണ്ടായിരുന്നെന്നും അത് വളച്ചൊടിക്കപ്പെട്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആരംഭിച്ചെന്നും അങ്ങനെ നിക്ഷേപം നടത്തിയ കമ്പനിയാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്നും അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബി.ജെ.പിക്കാരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന ടൈപ്പ് കാസ്റ്റിംഗ് ഒഴിവാക്കണമെന്നും കേരളത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ വലിയ പാർട്ടിയാണ് തങ്ങളുടേതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എമ്പുരാനെ സിനിമയായി കാണുക എന്നത് മാത്രമായിരുന്നു ബി.ജെ.പിയുടെ സ്റ്റാൻഡ് എന്നും അത് വിവാദമാക്കിയതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. ആദ്യം എനിക്ക് ഒരു ന്യൂസ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ ആണെന്നും എനിക്ക് ഒരു ചാനലും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. ഞാൻ എന്റെ ബിസിനസ് എല്ലാം വിറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. ഒരു 10-15 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തും ഒരു ഇൻവെസ്റ്റ്മെന്റ് താൻ ചെയ്തത് ഒരു കമ്പനിയാണ്, ജൂപ്പിറ്റർ ക്യാപിറ്റൽ. ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഒരു കമ്പനി മീഡിയ കമ്പനിയുണ്ട്. ഒന്ന് മാത്രമല്ല, പണ്ടുകാലത്ത് 3-4 ഉണ്ടായിരുന്നു. NDTVയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ചാനലായി അത് കണക്കാക്കരുത്. കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ചും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ബയസ്ഡ് ആണെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല, അവിടെ പോയിട്ട് നമ്മുടെ പോയിന്റ് മുന്നോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ ചാനലിൽ പോകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വേറെ എത്രയോ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റ് വെക്കാൻ, നമ്മുടെ കാര്യങ്ങളെ പറ്റി മുൻപോട്ട് പോകാനും അതിന്റെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. താൻ എല്ലാവരുടെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെയും റെസ്പെക്ട് ചെയ്യണമെന്നാണെന്നും വർഗീയവാദി എന്ന് വിളിച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യരുതെന്നുമാണെന്നും അദ്ദേഹം പറയുന്നു. 10-11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി ഇന്ത്യയുടെ ഒരു കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോം ചെയ്ത പാർട്ടിയാണ്. കേരളത്തിൽ ചെയ്യാൻ വിഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. പിന്നീട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം.